അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ സംസം എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി നമ്മളെ പാലസിനടുത്തായിട്ട് ഹോട്ടലാണ്. അവിടെ ഫുഡ് കഴിക്കാൻ കഴിക്കുകയാണ്. നല്ല ഇഷ്ടമുണ്ട്, പിന്നെ നല്ല ക്ഷീണം ഒക്കെ വരുന്നുണ്ട്. കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. റൂമൊക്കെ എടുക്കുന്ന ഉറക്കുണ്ട്. കിട്ടിയ റൂം എടുക്കണം, ഉറങ്ങണം, എന്നിട്ട് അടിച്ചു കൊടുക്കാം. ഇനി ഫുഡ് കഴിച്ചിട്ടായ പാലസ് പോകാൻ പ്ലാൻ. അപ്പോൾ ഈ നമ്മളോട് അവിടുത്തെ വെറൈറ്റി ആയ ഹൈദരാബാദ് ബിരിയാണി, പിന്നെ ബീഫ്, അങ്ങനത്തെ പിന്നെ കറി അതിൻ്റെ കൂടെ എന്താ കിട്ടിയറിയില്ല ഓടി തിന്നത്. പക്ഷെ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് കേട്ടോ അത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മൈസൂർ പാലസ് വന്നു. അപ്പോൾ പാലസ് ഇപ്പോൾ അതാണ് പാലസാണ്. നമ്മളിത് നമ്മുടെ പാർക്കിങ് പാലസിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വട്ടാറി നടന്നു 1 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ ഉണ്ട് പറഞ്ഞു. ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങോട്ട് പോകണം. അപ്പോൾ അതായിട്ടാണ് പ്ലാന്. പിന്നെ നടക്കാൻ പറ്റും, പക്ഷെ 1 കിലോമീറ്റർ നടക്കാണ്ട് പോയി ആർക്കും പറ്റിയാൽ ശീലക്കുള്ളതുകൊണ്ട് ഞാൻ ഉഷാറാണ്. എനിക്ക് നടക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇവർക്കാണ് പ്രശ്നം. വേണ്ട വിചാരിച്ച് ഓട്ടോറിക്ഷ പ്രശ്നമില്ല. ഓക്കെ ഓട്ടോറിക്ഷ വിളിക്കാൻ വെച്ച് ഓട്ടോറിക്ഷ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം കയ്യിലെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർക്ക് വരുന്നത്. മൈസൂർ പാലസ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം. അപ്പോൾ ഈ ഏട്ടെ നമ്മളെ പാർക്ക് ചെയ്ത കാലത്ത് നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്ന് മൈസൂർക്ക് കൊണ്ടുപോകും പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളവിടെ എത്തിയപ്പോൾ മനസ്സിലായി അവിടെ പാർക്കിംഗ് ഉണ്ട്. അവിടെ ഈ ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞത് എന്താ അവിടെ പാർക്കിംഗ് ഒന്നുമില്ല, നിങ്ങൾ റിസ്ക് ആവും, നടന്നു പോയാൽ ഭയങ്കര വെയിലടുപ്പ് റിസ്ക് ആവും പറഞ്ഞു. ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞങ്ങൾ പോയി. അവിടെ ഇറങ്ങിയപ്പോൾ ആദ്യം 100 പേടിച്ച്, പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ട് അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അയാളവിടുന്ന് സ്കൂട്ടാവും ചെയ്തു അപ്പത്തേനും. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഉണ്ടായ തട്ടിപ്പ്. അപ്പോൾ നിങ്ങളൊക്കെ മൈസൂർക്ക് പാലസ് ആ ഭാഗത്ത് മൈസൂർ പോകണ്ടെങ്കിൽ സൂക്ഷിക്കുക. കുറേ ആൾക്കാരെയും ഓട്ടോറിക്ഷ ആക്കി അങ്ങനെ ആക്കിയിരിക്കുന്ന പറയും, ഒന്ന് സൂക്ഷിക്കുക. ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി എടുക്കാൻ വന്നപ്പോൾ അവരോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷക്കാരെ ഞങ്ങളിങ്ങനെ കാണിച്ചു. അപ്പോൾ അവിടുത്തെ മലയാളി ഞങ്ങളോട് പറഞ്ഞ് അത് നിങ്ങൾ പെറ്റിച്ചായിരിക്കും, കുറേ ഓട്ടോറിക്ഷക്കാരുണ്ട്, നിങ്ങൾ പെറ്റിച്ചായിരിക്കും. അതിന് കാരണം അങ്ങനെ ഉണ്ടായി ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഗൈസ് നമ്മളിതാ വൃന്ദാവനത്തിന് എത്തിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് 8 മണിക്ക് പൂട്ടും. അതിനുകൂടി അപ്പോൾ ഇപ്പോൾ 7:15 ആയി. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ വിചാരിച്ച് പിന്നെ അവിടെ നമ്മൾ റിസോർട്ട് അടുത്തേണ്ട ഒരു ജ്യൂസ് ഉണ്ട്. അവിടെ നിന്ന് സ്പെഷ്യൽ ജ്യൂസാണ് കിട്ടുന്നത്, അവിടുത്തെ സമ്മാനം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്തി കുടിക്കാൻ വിചാരിച്ച് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേസ് ഞങ്ങൾ നേരെ ഓടി വന്നതിനുള്ളിൽ കയറിയപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ലൈറ്റിങ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നേരെ വൈകില്ലേ രാവിലെ രസം വെച്ച്, പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ರಾಜ ಊಗಿದಂತೆ ಪಂಚೆ ಪಂಚೆ ಹುಟ್ಟುಕೊಂಡು ದೊಡ್ಡೆ ಬರಸೆ ಮಾಡಿದಂತೆ ಮನದಡೆರರ ಮರಳಿನಲ್ಲಿ ಪಟ್ಟೆ ಗುಂಪು ಕೂಡಿದಂತೆ ಬೆಂಕಿ ಚೋಳ ರೊಟ್ಟಿಯಲ್ಲಿ ಕೆಂಪು ಗೊಚ್ಚು ಬೆರೆಸಿದಂತೆ അപ്പോൾ ഇപ്പം നമ്മൾ എന്തായിരുന്നു ഈ ഗാർഡൻ പേരെന്തായിരുന്നു, വൃന്ദാവൻ ഗാർഡൻ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ആ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഷോ കണ്ടല്ലോ നിങ്ങൾ, സീനായിരുന്നു. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ നമുക്ക് അതിൻ്റെ ഒരു
സംഭവം നമുക്കതിന് മനസ്സിലാവുള്ളൂ. അത് നമ്മളത്തെ വീട് നിന്ന് ഇറങ്ങാൻ ഇവിടെ പോലീസുകാർ ലാറ്റിറ്റ് വീശുണ്ട്. ലാറ്റിറ്റ് മീൻസ് വേഗം ഇറങ്ങാൻ പറഞ്ഞാൽ ഒച്ചവളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം. അപ്പോൾ കഴിഞ്ഞ് റൂമിലേക്ക് ഇരിക്കണം. ഓക്കെ, നമ്മളൊക്കെ ഫുഡ് ക്യാപ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളും ഇങ്ങനത്തെ KFC, ബർഗർ കിങ് അങ്ങനത്തെ ഓരോ ഷോപ്പാണ് ഇവിടെ. ഒരു ഗരുഡ മാളാണ് ഇവിടെ ഉള്ളത്. ഇതിനടി തന്നെ റിലയൻസ് ഉണ്ട്. നല്ല ബൈക്കുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. അതവിടെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതാ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല കിട്ടിലും പ്രോസ്റ്റ് KFC ഞാൻ ആദ്യം ടിക്കറ്റ് കഴിക്കുന്നത്. ഇങ്ങനെ 20 30 എത്ര പീസ് ഉണ്ട്. ഞങ്ങൾ 5 പേര് കൂടി തീർത്തു. സീനായിരുന്നു. ഇപ്പോഴും അങ്ങനെ വയർ ഫുള്ളായി. അങ്ങനെയായിട്ട് വയർ ഫുള്ളായി. ചെറുതായിട്ട് വയർ ഫുള്ളായിട്ടുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ സീൻ ടേസ്റ്റാണ് അവിടുത്തെ. അവിടെ KFC സീനാണ്. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ പെട്ടെന്ന് പറയാനെന്താ വെച്ചാൽ ഫോണിൽ തീരെ ചാർജില്ല. അപ്പോൾ ഇനി റൂമിൽ ഒരു ചാർജ് വെച്ചിട്ട് നാളെ നമ്മൾ സൂ പോകാൻ പ്ലാൻ ഉണ്ട്. പിന്നെ വേറെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. അത് ആ ഒരു സ്ഥലം ചിലപ്പോൾ നടക്കുള്ളൂ. സ്ഥലത്ത് പേര് പറയാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം എന്ത് പേരായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ വീടൊക്കെ സമ്മതിക്കില്ല ഗൈസ്. അപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ നാളെ നാട്ടിൽ പോകും. അപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളപ്പത്തെ മൈൻഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ നാളെ രാവിലെ സൂ പോകാൻ പ്ലാൻ വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം. പക്ഷെ ഫോണിൽ തീരെ ചാർജ് ഇല്ല. ഇവിടുത്തെ കട ക്ലോസ് ആയി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് നേരെ സൂ പോകാനാണ് പ്ലാന്. ഞാൻ അവിടെ നിന്ന് എന്താ പ്ലാൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് റൂമാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കഴിച്ച് ഇപ്പോൾ നമ്മൾ സൂവിലെ ഫ്രണ്ട് ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാമാർ ഇവിടെ അടുത്ത് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഇവിടെ ഫുള്ളായിട്ട് പിന്നെ ഉള്ളിലാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇക്കാമാരെ വണ്ടിയിൽ ഇപ്പം അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് എടുക്കാൻ കേൾക്കുള്ളൂ. ഇവിടെ ഫുള്ളെല്ലാം കേരള നമ്പർ വെച്ചാണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുക. ദൂരെ കാരണം കേട്ടോ, നമുക്കൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ നമ്മൾ പുള്ളിക്ക് കയറുവാണ്. ഇക്കാമാരെ പുള്ളി കയറാൻ പറ്റുള്ളൂ. വണ്ടി വർക്കിൽ ഗൈസ്. ഇപ്പം നമ്മൾ പോകുന്നത് സൂര്യ എൻട്രൻസ് എത്താൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആണ് പോകുന്നത്. എന്തിനാ പുറത്ത് ഗ്രൗണ്ട്? അപ്പുറത്ത് ഗേറ്റ് ഉണ്ടാക്കിയതില്ലേ, വെറുതെ അണ്ടർഗ്രൗണ്ടൊക്കെ. പക്ഷേ സാധനം കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഗൈസ് ഇപ്പോൾ നമ്മൾ സിംഹത്തിൽ അങ്ങോട്ട് എല്ലാവർക്കും പോയപ്പോൾ
മറ്റേ പുല്ലുപുലി അതാ പോയി അങ്ങോട്ടൊക്കെ പോയപ്പോൾ എല്ലാ സിംഹവും കിടന്ന് ഉറങ്ങി ഫുഡ് വെച്ചിട്ട്. ഇപ്പം നമ്മൾ കാണാൻ വരുന്നത് എന്തിനാ, അവരൊക്കെ കിടന്ന് ഉറങ്ങി. തീരെ റെസ്പെക്റ്റ് കാണിക്കില്ല അവരൊന്നും. നമുക്ക് അടുത്ത കാണാൻ പോകാം. അടുത്ത വലിയ സുഖമാണ് കാണാൻ പോവാം ബാക്കി. ഗൈസ് ഇപ്പം നിൽക്കണമെന്ന് വെച്ചാൽ ഒരു വലിയൊരു കൂടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പക്ഷികൾ ബേഡ്സ് ഉള്ള ഒരു കൂടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വലിയ മറ്റേ വെള്ള പക്ഷിയാണെന്ന് പറയില്ല വലുത്, ആ മറ്റേ കൊക്കുള്ള സാധനം, ആ സാധനത്തിനുള്ളിൽ അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആഴ്ചയൊക്കെ എങ്ങനെ. പിന്നെ ഇത് താറാവിൻ്റെ കൂട്, വലിയൊരു കൂടാട്ടത് താറാവിൻ്റെ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയല്ല ഇത്, ഞാൻ ഒരു നെറ്റ് ഇതൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇത് എന്തപ്പോൾ തന്നെ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വേറൊരു രസമായിട്ടത്. നമ്മൾ മൈസൂർ സൂ മൊത്തം കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് പറ്റാൻ അത്രയൊക്കെയാണ് എന്തുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ശരിക്കും വീഡിയോ കാണുന്ന പോലെ നമുക്ക് കണ്ടുകൊണ്ടാണ് പോകുക, വേറെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്, അവിടെ പോയിട്ട് ബാക്കി ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ നമ്മളെന്താ ഫുഡ് കഴിച്ച് നമ്മളൊരു കേരള ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ചോറ് സദ്യ അങ്ങനെ ഇരുന്നു. ഞാനിവിടെ ചിക്കൻ ബിരിയാണി ചോറും മറ്റേ സെയിം ഫുഡാണ്. നമ്മൾ കാറ് എടുക്കാൻ പോകും, ഞാൻ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇവരെ ഇവിടെ നിൽക്കും വണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ നേരെ സ്ട്രെയിറ്റ് ടു നാട്ടിലേക്ക് പോകാനാണ് അതിന് പ്ലാന്. അപ്പോൾ 6 മണിയാകുമ്പോൾ മറ്റേ ബോർഡർ ക്രോസ് ചെയ്യും, അതിന് മുമ്പേ ബോർഡർ നമുക്ക് കടക്കണം. അപ്പോൾ 6 മണി വെച്ച് ബോർഡർ കടന്ന് കിട്ടിയാൽ നമുക്ക് സെയിം വരിക, അത് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പരിപാടി. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളുള്ളത് വെച്ചാൽ ടൈഗർ റിസർവ് ആ വഴിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വയനാട്ടിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നാട്ടിലേക്ക് പോണ ഇപ്പോൾ നല്ല ഇരുട്ടാണ്. നമ്മൾ ഫോറസ്റ്റ് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനെ എന്തെങ്കിലും കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം ഗൈസ്. അതിനിടെ ഇവിടെ പുലിയുണ്ട്, സൂക്ഷിക്കുക എന്ന് കേസിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കാണാൻ സെറ്റായി ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ബോർഡർ കടക്കാൻ വേണ്ടി നമ്മൾ
നല്ല പാഞ്ഞിട്ട് വന്നിട്ടാണ് ഇവിടെ വന്ന ശേഷം നല്ലതാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇവിടെ 9 മണിക്ക് ശേഷം ക്ലോസ് ആവും. അതിനുള്ളിൽ നമുക്ക് എത്തിയിട്ട് നൈസിന് മത്തൊക്കെ ആയിട്ട് പോയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് പ്ലാന്. ഇപ്പം നല്ല തണുത്ത കാറ്റ് കിട്ടും. മുക്കാമാര് പറയുന്നുണ്ട് നോക്കി പോവാണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് എവിടെ വെച്ചാൽ കൽപ്പറ്റയിൽ നമ്മളെ അബുസലീം നടയില്ലേ അബുസലീം അവരുടെ ഹോട്ടലിലാണ്. 1980s നൊസ്റ്റാൾജിക്കൽ റെസ്റ്റോറൻ്റാണ് പേര്. ഈ റെസ്റ്റോറൻ്റ് പേര് ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ നോക്കുന്നത്. അപ്പോൾ മറ്റേ ആലുപൊറോട്ടയാണ് മറ്റേ ഇത് പേര് ഞാൻ ഓർമ്മ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് പോവാം. കമോൺ. അത് സെറ്റ് ആംബിയൻസ് ആട്ടോ. ഇവിടുന്ന് വയനാട് നമ്മൾ ചുരത്ത് പോകുന്ന റോട്ടിലാണ് സൈഡിക്ക് റോഡിന് കൽപ്പറ്റയിൽ നിന്ന് അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. കൽപ്പറ്റ സ്ഥലം അത്ര ഓർമ്മയില്ല. കൽപ്പറ്റ എന്ന് തോന്നുന്നു. അവിടെ ഉള്ളിലേക്ക് റോഡുണ്ട്. ഉള്ളിലേക്ക് പോയി കണ്ട ഇതാണ് റെസ്റ്റോറൻറ്റ്. ഉള്ളിലേക്ക് കയറിയ ഒരു കുന്നിര സൈഡിലായിട്ടാണ് കേട്ടത്. ഗൈസ് തുറക്കുമ്പോൾ മണം ഉണ്ടല്ലോ മൂക്കിക്കാൻ അടിച്ച് കയറി. അത്ര വിശപ്പുണ്ടായിരുന്നു. ഇജാതി ഫുഡ്. നല്ല ടേസ്റ്റ്. ഇതിന് പേര് ഇപ്പോഴും ഞാൻ മറന്നു. ഒരു സെറ്റ് ഫുഡാട്ടോ. അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല പാൽപ്പൊറാട്ടും പാൽപ്പൊറ 2 തരം ഉണ്ടായിരുന്നു. ഒന്ന് ചിക്കനും ഒന്ന് ബീഫും ആയിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ പൊറാട്ടും മേടിച്ചിരുന്നത്. പിന്നെ ആയിക്കൂടെ എന്താ വെച്ചാൽ ബീഫ് റോസ്റ്റും പിന്നെ ചിക്കൻ റോസ്റ്റ് പിന്നെ ബീഫ് വരട്ടിയതും ചിക്കൻ റോസ്റ്റാണ് നമ്മൾ എടുത്തത്. ഓക്കെ, സെയിം ഫുഡ്. പാൽപ്പൊറോട്ട സെയിം സാധനം. ഞാൻ ഇത് ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് പേര് മറക്കണം. 1980s നൊസ്റ്റാൾജിക്കൽ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നായിരിക്കും. മറ്റേ നമ്മുടെ അബുസാലിം നടനില്ലേ, അബുസാലിം നടൻ, അവരുടെ ഹോട്ടലാട്ടത്, അവരുടെ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ നമുക്ക് പിന്നെ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ വർക്ക് ക്ഷീണം കഴിയും. അപ്പോൾ എനിക്ക് ഔട്ട് റോഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഇവിടെ വെച്ച് നിർത്താണ്. പാർട്ട് 2 അവസാനിക്കാണ്. ഈ നമ്മളെ ചാനോള് ടു മൈസൂർ ഒറ്റ മൈൻഡ് ട്രിപ്പ് നമ്മളോട് വെച്ച് അവസാനിക്കുവാണ്. ഇനി പുതിയ വ്ളോഗിലേക്ക് നമ്മൾ ഇനി പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഇനി കാണാം. അങ്ങനെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിന് കുറേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിന് അടുത്ത ഒരു വ്ളോഗ് ഇടണം. എന്താണ് ഇനി പരിപാടി ആ സംഭവമൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് സസ്പെൻസ് ട്വിസ്റ്റാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്ക് അടിച്ചുകൂടി സബ്സ്ക്രൈബ് അടിച്ചുപിടിക്കാം. എല്ലാവർക്കും ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറേ കാലത്ത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലോഗ് ഇടുന്നത്. അപ്പോൾ കുറേ കഴിച്ച് ഉറങ്ങിയ ബ്ലോഗാണ് നിർത്തിയൊക്കെ ചോദിക്കുന്നത്. നിർത്തിയിട്ടില്ല, മറന്നു. കുറേ പ്ലാനുണ്ട്, അതൊക്കെ പറയാനായിരിക്കും. പുതിയ വർഷമായില്ല, 2020 ആദ്യത്തെ ബ്ലോഗാണ് എൻ്റെ. അപ്പോൾ ഈ വർഷത്തിലേക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ടോ ഒക്കെ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഒക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. ബൈ.